ആയുർവേദം ഏകദേശം 5000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മഹത്തായ ഒരു ചികിത്സാ വിഭാഗമാണിത്. പ്രകൃതിയുമായി വളരെ അടുത്തു നിൽക്കുന്ന കേരളത്തിലെ ആയുർവേദ ചികിത്സ ഈ മണ്ണിലെ തന്നെ നിരവധിയായ ഔഷധച്ചെടികളും അമൂല്യങ്ങളായ സസ്യങ്ങളും ഉപയോഗിച്ചുള്ളതാണ്. ഏറെ ഫലപ്രദമായ ഈ ചികിത്സാ രീതി തേടി ഇന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നു. ഭാരതപ്പുഴയുടെ തീരത്തായി കുറ്റിപ്പുറത്തിനടുത്ത് വെള്ളാഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിറയെ ഔഷധച്ചെടികൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന തറവാട് ആയുർവേദ റിട്രീറ്റ് സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾക്ക് ഏറെ പ്രിയങ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ആയുർവേദ ചികിത്സയ്ക്ക് പച്ചമരുന്നുകൾ, ദേഹത്തിന് യാതൊരു ഉപദ്രവമില്ലാത്ത മരുന്നുകൾ, സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത മരുന്നുകൾ, അങ്ങനെയാണ് കേരളത്തിലെ മരുന്ന്. ഉത്തരേന്ത്യയിലുള്ള ഈ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ഭസ്മങ്ങൾ, സിന്ദൂരങ്ങൾ, അങ്ങനെയുള്ള മരുന്നുകളാണ് അവരധികം ഉപയോഗിക്കുന്നത്. അത് ഹെവി മെറ്റൽസൊക്കെ കൂടുതൽ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളാണ്. മറ്റുള്ള പല സ്ഥാപനങ്ങളിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡോക്ടറുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ആ ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നുണ്ട്. ഈ രോഗിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രബോധന സേവനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇലക്കിഴിയാണ്. ഇത് കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാക്രമമാണ്. പഞ്ചകർമ്മ ചികിത്സയുടെ പൂർവ്വകർമ്മമായ സേദക്രിയയുടെ ഒരു ഭാഗമാണ് ഈ ഇലക്കിഴി എന്ന് പറയുന്ന ഈ ക്രിയാക്രമം. ഇത് കേരളത്തിൽ ലഭ്യമായ ഔഷധ സസ്യങ്ങളുടെ ഇലകള് രോഗത്തിനനുസരിച്ച് ശേഖരിച്ച് അതോടൊപ്പം തന്നെ മറ്റ് ഔഷധദ്രവ്യങ്ങളെ ചൂർണങ്ങളായിട്ട് ഉപയോഗിച്ച് പ്രത്യേകതരം ബണ്ടിലാക്കി രോഗാവസ്ഥക്കനുസരിച്ചുള്ള തൈലത്തിൽ ചൂടാക്കിയിട്ടാണ് രോഗിയിൽ ഇത് പ്രയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നടുവേദന, കഴുത്തുവേദന, കാൽമുട്ടുവേദന തുടങ്ങിയ വാദസംബന്ധമായ രോഗങ്ങളാണ് വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നത്. തറവാട് ആയുർവേദ റിട്രീറ്റിലെ പ്രധാന ചികിത്സകളിലൊന്ന് പാർക്കിൻസൺസ് ഡിസീസിനുള്ള ചികിത്സയാണ്. ഒന്നിച്ചില്ലാൻ കൊല്ലം ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്. അത് ഇവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെന്റ് കുറെ ഭേദമായിട്ടുണ്ട്. കമ്പവാദം എന്ന് പറയുന്ന ഈ പാർക്കിൻസൺ ഡിസീസ് നമുക്ക് ഇവിടെ ധാരാളം പേഷ്യൻസ് വന്നുകൊണ്ട് സ്പെഷ്യൽ മരുന്നുകൾ ഉണ്ടാക്കി സ്പെഷ്യൽ ധാര, സ്പെഷ്യൽ വസ്തി എന്നുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം ചികിത്സകളോടെ ചെയ്ത് നല്ല തരം റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിലൊരു 70-75% വരെ നമുക്ക് പാർക്കിൻസൺ ഡിസീസിന് നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. കൂടാതെ റൊമാറ്റിക് ആർത്രൈറ്റിക്സ്, വാദസംബന്ധമായ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സ്കിൻ ഡിസീസസ്, ഇത്തരം രോഗികൾക്കും കൂടി ഇവിടെ ചികിത്സ സ്പെഷ്യലായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ആയുർവേദ ചികിത്സാരംഗത്ത് പ്രമുഖ സ്ഥാനമാണ് അഷ്ടവൈദ്യന്മാർക്കുള്ളത്. അതിൽ തന്നെ പ്രഗത്ഭനായ അഷ്ടവൈദ്യൻ ആലത്തിയൂർ നാരായണൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചികിത്സകൾ നടക്കുന്നത്. പണ്ടുകാലത്ത് കേരളം കടലിന്റെ അടിയിലായിരുന്നു എന്നും പരശുരാമനാണ് ഭൂവിഭാഗത്തെ ഉയർത്തി രക്ഷപ്പെടുത്തിയത് എന്നുമാണ് ഐതിഹ്യം. അവിടുത്തെ ജനങ്ങളുടെ ആയുരാരോഗ്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി 18 വൈദ്യകുടുംബങ്ങളെ അദ്ദേഹം തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം. അവരാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായ അഷ്ടവൈദ്യന്മാര് എന്ന പേരിൽ അറിയപ്പെട്ടു വന്നിരുന്നത്. ആയുർവേദത്തിന്റെ പ്രസരിപ്പും കേരളത്തിന്റെ തനത് കലകളുടെ ആസ്വാദനവും തറവാട് ആയുർവേദ റിട്രീറ്റിലെ ദിവസങ്ങളെ അവിസ്മരണീയമാക്കുന്നു. ഇവിടെ
ആയുർവേദം ഒരു ചികിത്സയല്ല, അത് ഒരനുഭവമാണ്.